ജിം ഉള്ളത്. പിന്നെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം മടിവാളയിൽ ഒരുവിധം 2000-3000 ഉള്ളിടത്ത് നമുക്ക് ആ ഒരു പഴയ രീതിയിൽ തന്നെ ബെസ്റ്റായിട്ട് നമുക്ക് എത്രയാണ് നിങ്ങൾ ഒരു മാസത്തേക്കുള്ള പ്രൈസ്? ഒരു മാസത്തെ 1300 രൂപ. ഓക്കെ. ഇനിയിപ്പോൾ ഒരു വർഷത്തേക്കാണെങ്കിൽ ഒരു വർഷത്തേക്ക് 5500 രൂപ. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നുള്ളത് ജിമ്മിലാണ്. മൻസൂർ ഭായ് ഹായ്. അപ്പം മൻസൂർ ഭായിൻ്റെ ഒരു ജിമ്മുണ്ട് മടിവാളയിൽ. നമ്മൾ മടിവാളയിൽ ഫുഡും റെസ്റ്റോറൻറ്റ്സും ലോഡ്ജൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും നമുക്ക് വ്യായാമം വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളെല്ലാവരുടെ ബോഡിയും, എൻ്റെ ബോഡി ഓക്കെ ആണോ അല്ലെങ്കിൽ ഒന്നുകൂടി സെറ്റാക്കാണോ? അല്ല, സെറ്റാക്കാണ്ട് ഫാറ്റ് ഉണ്ടല്ലോ, വയറ് നല്ല കുടിച്ചാൽ തന്നെ അറിയല്ലേ ഉണ്ടല്ലേ? നല്ല ഫാറ്റ് ഉണ്ട്. ഓക്കെ, നല്ല ഫാറ്റ് ഉണ്ട് എനിക്ക്. അപ്പം ഞാൻ മൻസൂർ ഭായിൻ്റെ ജിമ്മിലേക്ക് വന്നാണെന്ന്. കാരണം നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ട്രെയിനർ ആയിട്ടുള്ള ഒരു ജിമ്മ് ഏതാന്ന് മടിവാളയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മൻസൂർ ഭായ് തന്നെ പറയാം. കാരണം വെരി മൻസൂർ ഭായ്, നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ജിമ്മിലേക്ക് വരാനുള്ള കാരണം നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് വന്ന സമയത്ത് നിങ്ങളെ ആ ഒരു ട്രെയിനിങ് കോൺസെപ്റ്റ്, ലൈക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം ട്രെയിനിങ് ആണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇത് വന്നതും. കാരണം നമ്മൾ പല ജിമ്മിലും പോയി കഴിഞ്ഞാൽ ജിമ്മ് ജോയിൻ ചെയ്തു, നമ്മൾ 10,000 12,000 ഒരു വർഷത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ജിമ്മത്തെ ട്രെയിനർമാർ നമ്മളെ മൈൻഡേ ചെയ്യില്ല. മോനെ എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട്, ഇതൊന്നും കൂടി ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കണം, അത് എന്താണ് ഫുഡ് കട്ട് ചെയ്യേണ്ടത്, അതാരും പറയില്ല. ആരും പറഞ്ഞില്ല, ഒരു മൈൻഡും ചെയ്യില്ല. ഞാനത് ശരിക്കും ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ പറയാണ്. കാരണം അത് പിന്നെയും നമുക്ക് കിട്ടുക നമ്മളെ മലയാളീസിൻ്റെതാണ്. അപ്പം നമ്മുടെ എന്താ പറയുക, മൻസൂർ ഭായിൻ്റെ ഒരു അടിപൊളി ജിമ്മ്. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ്. പുള്ളിൻ്റെ ആ ഒരു ടീം. ഞാൻ തന്നെ ജിമ്മിൽ ഇവിടെ കളിക്കാൻ പോയത്. ഓക്കെ. അപ്പോൾ ട്രെയിനർ PT ഇപ്പോൾ ജനറൽ ട്രെയിനിങ് ആണെങ്കിൽ അവർ തിരിഞ്ഞൊന്നും നോക്കൂല, PT എടുത്തെങ്കിൽ മാത്രമേ അത് കാണിച്ചു കൊടുക്കൂ. അങ്ങനെയുള്ള കുറേ വ്യത്യാസം. അത് എനിക്ക് നിങ്ങളെ ഈ ജിമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു കസ്റ്റമറോടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, ശരിക്കും എല്ലാവർക്കും PT എടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഈ ട്രെയിനർ എങ്ങനെയാണ്, ഈ ട്രെയിനറെ ക്യാരക്ടർ എങ്ങനെയാണ്, ഇയാളെ ബിഹേവിയർസ് എങ്ങനെ ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ ഇന്നെ കണ്ടാടന്നെ എന്നോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇങ്ങനെ ഫാറ്റ് ഉണ്ട്. അന്നും എന്നോട് പറഞ്ഞു റാസിൽ ഈ എന്തായാലും ബോഡി ചെക്ക് ചെയ്യണം, സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോഴാണ് ആ ഒരു കാര്യത്തിലുള്ള ഒരു സന്തോഷം ഉണ്ടാവുക. കാരണം ഇതിനൊരു കുറ്റമായിട്ടല്ല, നമ്മൾ സെറ്റ് ചെയ്യേണ്ട സംഭവം. ഞാനൊക്കെ പണ്ട് നാട്ടിൽ നമ്മളെ കോഴിക്കോടൊക്കെ ജിമ്മിൽ പോകുന്ന സമയത്ത് അവിടെ ജിമ്മിൽ വരുന്ന ഒരുപാട് ആൾക്കാർ ഇവര് നമ്മളോട് പറയും, മോനെ ഈ അത് ചെയ്യട്ടോ, ഇത് ചെയ്യട്ടോ. പക്ഷേ നമ്മൾ ബാംഗ്ലൂരിൽ അത് കിട്ടാറില്ല. പൊതുവെ ബാംഗ്ലൂരിൽ അത് കിട്ടൂല. എന്ന് പറഞ്ഞാല് ബാംഗ്ലൂർ ജിമ്മിലുള്ള പോലെ അവസ്ഥകൾ അറിയാം. അതെ, ഇപ്പൊ നമ്മൾ ഫുഡിനായിക്കോട്ടെ ഒരു കാര്യങ്ങൾ ഇന്നത് കട്ട് ചെയ്യണം, അല്ല ഷുഗർ കട്ട് ചെയ്യണം, അല്ല ഓയിൽ കട്ട് ചെയ്യണം, മറ്റേ ഫാറ്റ് ഫുഡ് കട്ട് ചെയ്യണം. അതെ, ആരും പറഞ്ഞു തരില്ല എന്താണ് നമ്മളെ ബോഡിയിൽ ചേഞ്ചസ് ചെയ്യേണ്ടത്, ആരും പറയില്ല. ഓക്കെ. ജനറൽ ട്രെയിനിങ് തീരെ ഒന്നും പറയില്ല. വീട്ടിലെങ്കിൽ അത്രയും നോളജ് ഉള്ള ആള് മാത്രമേ ഉണ്ടെങ്കിലേ പറഞ്ഞു തരുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റൂല. ഓക്കെ. ഇപ്പം നിങ്ങളെ ഈ ഒരു പവർ ഹൗസ് ഇതിപ്പം ബാംഗ്ലൂരായിട്ട് സ്റ്റാർട്ട് ചെയ്താണോ അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് നിന്ന് തന്നെ തുടങ്ങിയാണോ? അല്ല, നമ്മള് മറ്റേ മൈസൂരിൽ ഉണ്ടായിരുന്നു. ഓക്കെ. നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 6 മാസമായി. ഓക്കെ. ഇപ്പൊ നമ്മള് ജിമ്മ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ്. ഓക്കെ. ഇതിപ്പോ മുത്തശ്ശിന്റെ മുകളിലായിട്ടുള്ളത്, മുത്തശ്ശിന്റെ 4th ഫ്ലോർ അല്ലെ തേർഡ് ഫ്ലോറിലായിട്ടാണ് ഇവരുടെ ഈ ജിം ഉള്ളത്. പിന്നെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം മടിവാളയിൽ ഒരുവിധം 2000-3000 ഉള്ളിടത്ത് നമുക്ക് ആ ഒരു പഴയ രീതിയിൽ തന്നെ ബെസ്റ്റായിട്ട് നമുക്ക് എത്രയാണ് നിങ്ങൾ ഒരു മാസത്തേക്കുള്ള പ്രൈസ്? ഒരു മാസത്തെ 1300 രൂപ. ഓക്കെ. ഇനിയിപ്പോൾ ഒരു വർഷത്തേക്കാണെങ്കിൽ ഒരു വർഷത്തേക്ക് 5500 രൂപ. 5500 രൂപ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് മൻസൂർ ഭായ് നല്ലൊരു സപ്പോർട്ടും ചെയ്തു തരും. പിന്നെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൗകര്യമാണ്. നമുക്ക് നമ്മളതായിട്ടുള്ളൊരു കൺവീനിയൻറ്റ് ടൈം. ഒക്കെ ഞാനിപ്പോൾ അതാ സമയം ഇന്ന് 11 മണിക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ രാവിലെ ആണോ തിരക്ക് കൂടുതലല്ലേ രാത്രി? ഓക്കെ. ഇപ്പൊ രാവിലെ എന്തായാലും നമ്മളെ മടിവാളയുള്ള ഒരു രാത്രി നല്ല ഫുഡ് കഴിച്ച് ഉറങ്ങി നീക്കുമ്പോൾ തന്നെ ഒരു സമയം. ഓക്കെ. അപ്പം എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ജിമ്മിലുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്രോസ്ഫിറ്റ് ഉണ്ട്, ക്രോസ്ഫിറ്റ് മെഷീൻ ഉണ്ട്, പിന്നെ ഡെഡ് ലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെസ്റ്റ് ബെഞ്ച് 2 ഉണ്ട്, ഇൻക്ലൈന് ഡിക്ലൈന് ഫ്ലാറ്റ് ഇതൊക്കെ ഉണ്ട്. അതുപോലെ മറ്റേ കേബിൾ ക്രോസ് ഓവർ, അതുപോലെ പീച്ചർ ബെഞ്ച്, ഇത് ഷോൾഡർ മെഷീൻ, അതുപോലെ ലെഗ് പ്രസ് മെഷീന്, അതുപോലെ ഔട്ടർ ഇന്നർ ലെഗ്, സ്മിത്ത് മെഷീന്, VS കോട്ട് ഫ്രണ്ടും ബാക്കും ചെയ്യാതില്ല. അതുപോലെ ഈ മെഷീൻ ഒന്നും ഒരു ജിമ്മിലും ഇവിടെ ഒരു ജിമ്മിലും ഇല്ല. ഐക്കോണിക്കൽ വരെയില്ല. എന്തായാലും കാഫ് മെഷീൻ, ആപ്സ്, ഹൈപ്പർ, ലാറ്റ് പുൾ ഓൺ, ലെഗേഷൻ ലെഗുകള്, ഫോറസ് മെഷീന്, ബട്ടർഫ്ലൈ.
അപ്പം എന്തായാലും ഒരുവിധം എല്ലാ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളും നമ്മളെ പവർ ഹൗസ് ജിമ്മിലുണ്ട്. ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ പോലത്തെ ഒരു ബോഡിയുള്ള ഒരാൾക്ക് എത്ര സമയം വേണം ഒന്ന് ബോഡി സെറ്റാക്കി എടുക്കാൻ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ജിമ്മിൽ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പ്രോപ്പർ ഡേറ്റിങ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റിങ്ങിൽ പ്രോപ്പർ ചെയ്യുകയാണെങ്കിൽ 3 മാസം കൊണ്ട് ബോഡി നല്ല ചേഞ്ച് ആവും. ഓക്കെ ഓക്കെ. നമ്മൾ പറഞ്ഞ ഡേറ്റിങ് കാര്യങ്ങൾ പിന്നെ വർക്ക് നമുക്ക് ഈ ജിമ്മിൽ ഇപ്പം വർക്ക് ചെയ്യാൻ മീൻസ് നമ്മളിപ്പം ഒന്ന് എക്സസൈസ് ചെയ്യുന്നതിന് ഇന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഏത് സമയം സൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, അവർക്ക് ഏതാണ് ഫ്രീ ഉള്ള ആ ടൈമിൽ ചെയ്യാം. ഇപ്പൊ രാവിലെ ചെയ്യുന്ന ബെറ്റർ. പക്ഷെ എന്നാലും നമ്മള് രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ചെയ്യുന്ന ചിലവര് രാത്രി കിടന്ന് ഉറങ്ങാത്ത ആളുകളുണ്ട്. അപ്പൊ വൈകുന്നേരം ചെയ്യാം. അത് അവരെ ഫ്രീ ടൈം ഏതാണ് ആ ടൈമിൽ എക്സസൈസ് ചെയ്യാം. ഏത് ടൈമിൽ ഫ്രീ ഇല്ല അതില്ല, എന്നാലും ഏത് ടൈമിലും ചെയ്യാം. ഇപ്പോ കണ്ടില്ലേ, ഒളിമ്പിക് വിൽഡർമാരൊക്കെ വൈകുന്നേരമൊക്കെ വർക്കൗട്ട് ചെയ്യും, രാവിലെ കാർഡിയോ ചെയ്യും, പിന്നെ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യും. ഞാൻ എന്തായാലും പവർ ഹൗസിലേക്ക് വന്നപ്പോൾ ഒന്ന് വയറൊന്ന് മുറുക്കി പിടിച്ചാട്ടോ, കാരണം ഇതൊരു ജിമ്മിന്റെ വീഡിയോ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളെ വയറ് ഇതാവണ്ട. അപ്പം എന്തായാലും ഞാനും ഒന്ന് ജിമ്മൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. നല്ലൊരു ട്രെയിനർ ആയിരുന്നു ഞാനും മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട് നല്ല ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മടിവാള ഭാഗത്ത് നമ്മൾ ഒരുപാട് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതൽ മലയാളീസ് ആണോ? മലയാളീസാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ മലയാളീസാണ് വരുന്നത്. പിന്നെ ആന്ധ്രക്കാർ വരുന്നുണ്ട്, ഹിന്ദിക്കാർ വരുന്നുണ്ട്, തമിഴ് വരുന്നുണ്ട്. ഇവർക്ക് കളിക്കുമ്പോൾ ഇവർ ഇവിടെ ലോക്കലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതലും മടിവാളയിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒന്നാണ് നല്ലൊരു ഇത് യൂണിസെക്സ് അല്ലേ? യൂണിസെക്സ് ആണ്. അപ്പം നമുക്കിപ്പം മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ജിം ഏതാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മൾ പല ജിമ്മിൽ പോയാലും നല്ല ആറ്റിറ്റ്യൂഡാണ് കാണാറ്. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും എല്ലാവരോടും ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവാറ്. കാരണം നമുക്ക് ഇത്ര നോളജ് ഉണ്ടാവില്ല. ഇപ്പം മൻസൂർക്ക പറഞ്ഞ പോലെ ഈ മെഷീൻ ഇതിനുള്ളതാണ്, ഈ മെഷീൻ അതിനുള്ളതാണ്, ഈ മെഷീൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞുതരാൻ പോലും ആരെയും കാണാറില്ല. കാരണം എനിക്കുള്ള ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ ഞാനത് പറയാട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി അവിടെ നമുക്ക് അയാളെ അറിയില്ല, അയാൾക്ക് നമ്മളെ അറിയില്ല, നമ്മളവിടെ വരുന്നുണ്ടോ അറിയില്ല. ഒരുവിധം എല്ലാവരും ഒരു വർഷത്തേക്കുള്ള ഇതെടുത്ത് വെക്കും, പാക്കേജ് എടുത്തു വെക്കും. ഏറിപ്പോയി കഴിഞ്ഞാൽ 1.5 മാസം, അതന്നെ ചിലപ്പോൾ 5 ദിവസത്തിൽ ഒരിക്കലോ. ഞാൻ 2 പ്രാവശ്യം പോകാൻ തോന്നൂല. ഒന്നേ ട്രെയിനർ ശ്രദ്ധിക്കൂല, ജനറൽ ട്രെയിനിങ് തീരെ ശ്രദ്ധിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഒരു പുതിയ ആളിൽ എങ്ങനെ എക്സസൈസ് ചെയ്യല്, ഇഞ്ചുറീസ് കൂടുതൽ വരാനുള്ള സാധ്യതകൾ. അതുകൊണ്ട് തന്നെ ഒരുവിധം വർക്കൗട്ടാ ചെയ്യല്. പുതിയ ആൾക്കാർ ഒരുവിധമൊക്കെ നോക്കി ചെയ്യും, അറിയില്ലെങ്കിൽ ഇഞ്ചുറീസ്. അത് ഇപ്പൊ നമ്മളിപ്പോ ബൈസെപ്സ് ചെയ്യണമെങ്കിൽ ബൈസെപ്സ് ലോക്ക് ചെയ്തിട്ട് കൈ ഇങ്ങനെ വരണം, ചിലവര് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ കൈ മേലെ പോകുന്നു. അതൊക്കെ റോങ് ആയിട്ട് വരില്ല. അപ്പൊ മസിലിന് വരില്ല, നമ്മള് മസിൽ മാത്രം ഗ്രോത്ത് ആയിട്ട് വരും. അല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കുട്ടികൾ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ജിമ്മിൽ പോകും, ഒരു 90s കിഡ്സ് ഒക്കെ. അപ്പൊ അവർക്ക് ഒരു +2 ഒക്കെ കഴിയുമ്പോൾ ഒരുവിധ ഐഡിയ ഉണ്ടാവും. ഈ ഐഡിയ ആയിട്ടായിരിക്കും ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വരാം. അപ്പം പിന്നെ അവർക്ക് ആരുടെ ആവശ്യമില്ല. പക്ഷെ അതേ സമയം ഇപ്പൊ ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ +2 കഴിയുമ്പോഴായിരിക്കും ജിമ്മിലേക്ക് ജോയിൻ ചെയ്യാൻ വരാൻ. അവൻ നേരെ വരുന്നത് ബാംഗ്ലൂരാ. എല്ലാ വർഷവും എവിടെയെങ്കിലും ഒരു പാക്കേജ് കൊടുത്തിടും, പക്ഷെ പോവാനോ കഴിയില്ല, വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ല, ഉറക്കം കറക്റ്റ് ആവില്ല, ഡയറ്റിംഗ് കറക്റ്റ് ആവില്ല. നിങ്ങൾ ഇവിടെ എല്ലാ ഒരു ഡയറ്റിങ്ങിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്? ഡയറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അവരിപ്പോ ഇങ്ങനെ PG ഫുഡ് ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മള് ഡയറ്റിംഗ് കൊടുക്കുന്നുണ്ട്. PG പിന്നെ അതിനനുസരിച്ച് നമ്മള് പറഞ്ഞു കൊടുക്കണ്ടേ, ഇന്നത് കട്ട് ചെയ്യും. ഷുഗർ മെയിൻ ആയിട്ട് നമ്മൾ ഷുഗർ കട്ട് ചെയ്യണം. ഷുഗർ കട്ട് ചെയ്താലേ നമ്മളെ ബോഡി പെട്ടെന്ന് ചേഞ്ചസ് ആയി. അതൊരു പ്രാന്ത് പിടിക്കുന്ന സംഭവട്ടെ ഈ ഷുഗർ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ. നമ്മൾ ഷുഗർ കട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡി ചേഞ്ച് ആവും. ഷുഗർ മേലാണ് പെട്ടെന്ന് ഫാറ്റ് കയറി ഇതായിട്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് മടിവാള ഭാഗത്ത് അഫോർഡബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള നമ്മളെ മൻസൂർ ഖാൻ്റെ നല്ലൊരു ട്രെയിനിങ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ജിമ്മ് ഓപ്പൺ ആയിട്ടുണ്ട്, പവർ ഹൗസ്. ഒരു 6 മന്ത്സോളം ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് മുത്തശ്ശീൻ്റെ നേരെ മുകളിലായിട്ട് 3rd ഫ്ലോറിലാണ്. മുത്തശ്ശീനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മുത്തശ്ശിയിൽ തന്നെ നല്ലൊരു ഫുഡിന് ഒരു സെറ്റപ്പ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമ്മ് കഴിഞ്ഞിട്ട് നേരെ താഴത്തിറങ്ങി ഫുഡായിട്ട്. അപ്പം എന്തായാലും നമ്മള് പറഞ്ഞു കൊടുക്കാണല്ലേ വരുന്നവരോട്. ഫുഡ് ഇപ്പൊ നിങ്ങള് PGയിലാണെങ്കിലും കഴിയുന്നതും ഹെൽത്തി ഫുഡായിട്ട് വേറെ സൈഡായിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കാം. ഫ്രൂട്ട്സ് ആയിട്ടോ ഡേറ്റിംഗ് മസ്റ്റ് ആണ്. ഡേറ്റിംഗ് ഇല്ലെങ്കിൽ നമ്മൾ ബോഡി ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് എത്ര വർഷം കളിച്ചു കഴിഞ്ഞാലും ബോഡി ചേഞ്ചസ് തന്നെ ആവില്ല. നമ്മളെ ഫാറ്റ് മേലെ വരും, മസിൽ താഴെ പോകും. അങ്ങനെ ഉണ്ടാവില്ല. അപ്പം എന്തായാലും നമ്മളെ മസിൽ മുകളിലോട്ട് ഒറ്റ ഫാറ്റ് മൊത്തത്തിലാണ് പോട്ടെ എന്നുള്ള പരിപാടിയിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മടിവാളയിൽ. കാരണം
നിങ്ങൾക്ക് ഒരു മാസം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ഇനി അതല്ല ഒരു വർഷത്തേക്ക് ട്രയൽ ചെയ്ത് നോക്കാനാണെങ്കിലും നമ്മൾ മറ്റ് ജിമ്മുകളിൽ നോക്കുന്നതിനെക്കാട്ടി ഹാഫ് പ്രൈസ് ചെയ്ത് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു 4 മാസത്തേക്കാണെങ്കിലും ഒന്നും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു മലയാളി ട്രെയിനർ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസിയാണ് കാര്യങ്ങൾ. രാത്രി 2 മണി വരെ തുറക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി 2 മണിക്ക് പോകും. ഓക്കെ, രാത്രി 2 മണി വരെ ഉണ്ട്. രാവിലെ 6 മണി മുതൽ ജിമ്മ്. അപ്പം സൗകര്യത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് വരാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 11 മണിക്കാണ്. ഇപ്പം വലിയ തിരക്കില്ല, കാരണം എല്ലാവരും ഓഫീസ് പോകുന്ന സമയമാണ്, പലർക്കും പല സമയങ്ങളാണ്. എന്തായാലും താങ്ക് യു മൻസൂർ ഭായ്. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. താങ്ക് യു.